മാതൃഭൂമിയുടെ കേരള നിയമസഭ തെരഞ്ഞെടുപ്പ് സർവേയുടെ 35 മണ്ഡലങ്ങളിലെ സൂചനകളാണ് ഇന്ന് അവർ ജനങ്ങളുമായി പങ്കുവച്ചത്. ഏതാണ്ട് 14 ജില്ലകളിലെയും ഒന്നോ അതിലധികമോ മണ്ഡലങ്ങളുടെ ഫലങ്ങൾ സൂചിപ്പിക്കുന്ന സർവേ ഫലങ്ങൾ അവർ അവതരിപ്പിക്കുമ്പോൾ അവർ പറയുന്നത് 30,000-ത്തിലധികം ആളുകളിൽ നിന്ന് പ്രതികരണങ്ങൾ നേരിട്ട് വാങ്ങിക്കൊണ്ടാണ് ഈ സർവേ പൂർത്തീകരിച്ചത് എന്നായിരുന്നു. ഈ സർവേയിലൂടെ കടന്നു പോകുമ്പോൾ സംസ്ഥാനത്ത് ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു എന്ന് 35 മണ്ഡലങ്ങളെ പറ്റി പറയുന്ന വിലയിരുത്തലിലൂടെ ബോധ്യപ്പെടും. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഈ 35 മണ്ഡലങ്ങളിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് ജയിച്ചു കയറാൻ കഴിഞ്ഞത് കേവലം 7 നിയമസഭാ മണ്ഡലങ്ങളായിരുന്നെങ്കിൽ അവയുടെ എണ്ണം 17, 18 എന്ന തരത്തിലേക്ക് ഉയരും എന്നാണ് മാതൃഭൂമി നമ്മളെ അറിയിക്കുന്നത്. സ്വാഭാവികമായി മറുവശത്ത് 28 സീറ്റുകൾ നേടിയ ഇടതുപക്ഷ മുന്നണിക്ക് അവരുടെ സീറ്റുകളുടെ എണ്ണത്തിൽ 16 മുതൽ 18 വരെ സീറ്റുകളായി കുറയാമെന്നും 2 മണ്ഡലങ്ങളിൽ ആരായിരിക്കും ജയിച്ചു കയറുക എന്ന് പറയാൻ കഴിയാത്ത വിധം നെക്ക് ടു നെക്ക് പോരാട്ടം നടക്കുന്നു എന്നുമാണ് അവർ പറഞ്ഞത്. ഈ നെക്ക് ടു നെക്ക് പോരാട്ടം നടക്കുന്ന 2 മണ്ഡലങ്ങൾ, ഒന്ന് കഴക്കൂട്ടവും മറ്റൊന്ന് തവനൂരുമാണ്. തവനൂരിൽ ശ്രീ KT ജലീൽ ആവർത്തിച്ച് നേടിക്കൊണ്ടിരുന്ന വിജയത്തിന് ഒരു തടയിടുവാൻ ഈ തെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കുമെന്ന് പറയുമ്പോൾ അത് മലബാറിൽ നിന്നുള്ള UDFന് അനുകൂലമായ ഒരു മുന്നേറ്റത്തിൻ്റെ സൂചന അത് തരുന്നുണ്ട്. ആലപ്പുഴയുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ മധ്യ കേരളത്തിലെ CPIMൻ്റെ മുഴുവൻ നേതാക്കന്മാരെയും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സൂചനയാണ് മാതൃഭൂമി പങ്കുവച്ചത്. അമ്പലപ്പുഴയിൽ ശ്രീ G സുധാകരന് വ്യക്തമായ മുൻതൂക്കം CPIMന് മുകളിൽ നേടാൻ കഴിയുമെന്ന് മാതൃഭൂമി പറയുമ്പോൾ ആ ഫലപ്രഖ്യാപനത്തെ കണ്ണുമടച്ച് നമുക്ക് നിരാകരിക്കാൻ കഴിയില്ല. ആലപ്പുഴയിലെ ഇത്തരം അപ്രതീക്ഷിതമായ ഐക്യജനാധിപത്യത്തിലൂടെ മുന്നേറ്റം മറ്റിടങ്ങളിലും സമാനമായ ചില ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ 2 മണ്ഡലങ്ങളെ ആണ് മാതൃഭൂമി ഇവിടെ അവരുടെ ഫലപ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയത്. ഒന്ന് റാന്നിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായ വലിയ മുന്നേറ്റം സംസ്ഥാനത്താകെ ഉണ്ടാക്കുമ്പോൾ പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ 5ലും ഇടതുമുന്നണിക്ക് നേട്ടമുണ്ടാക്കിയെങ്കിൽ പോലും റാന്നിയിൽ അവരുടെ ഭൂരിപക്ഷം വളരെ കുറവായിരുന്നു. ആ റാന്നിയിൽ ഇടതുപക്ഷ മുന്നണിയുടെ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച അതേ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ തിളക്കമാർന്ന വിജയം ഉണ്ടാകും എന്ന് മാതൃഭൂമി പറയുമ്പോൾ സ്ഥാനാർത്ഥിയുടെ കാര്യക്ഷമത ഇവിടെ ഒരു പ്രധാന സൂചകമായി അടിവരയിട്ട് പറയുന്നുണ്ട്. അടൂരിൽ കഴിഞ്ഞ കുറേ നാളുകളായി അടൂർ സംവരണ മണ്ഡലമായി മാറിയതിനു ശേഷം CPI ആവർത്തിച്ച് വിജയിച്ചു കൊണ്ടിരുന്ന ആ മണ്ഡലത്തിൽ CPIയുടെ കൊല്ലം ജില്ലയിൽ നിന്നുള്ള ചെറുപ്പക്കാരിയായ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുവാൻ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് കഴിയും എന്ന് പറയുമ്പോൾ തീർച്ചയായും പത്തനംതിട്ട ജില്ലയിലും ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ചില മുന്നേറ്റങ്ങൾ ഉണ്ടാകും എന്ന് വ്യക്തമാക്കുന്നുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തിൽ CP ജോണിന് മുൻതൂക്കമുണ്ടാകുമെന്ന് മാതൃഭൂമി പറയുമ്പോൾ മാവേലിക്കരയിൽ കേരളത്തിലെ ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന MLA എന്ന ഖ്യാതി നേടിയ ശ്രീ അരുൺകുമാറിൻ്റെ വിജയം അവർ സുരക്ഷിതമാണെന്ന് അറിയിക്കുന്നു. എറണാകുളം ജില്ലയെ പറ്റി പറയുമ്പോൾ 2020യുടെ NDAയുമായി ഉള്ള അവരുടെ ഐക്യം വേണ്ടത്ര മുന്നേറ്റം അവർക്ക്
ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല, കുന്നത്തുനാടിൽ കഴിഞ്ഞ പ്രാവശ്യം അവിചാരിതമായി തോറ്റ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് വ്യക്തമായ മുന്നേറ്റം ഉണ്ടാക്കുവാൻ NDAയിലേക്കുള്ള 2020 കടന്നുവരവ് സഹായിക്കും. അത് പെരുമ്പാവൂരിലും ആവർത്തിക്കും എന്ന തരത്തിലാണ് മാതൃഭൂമി സൂചന നൽകുന്നത്. കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിൽ ജയരാജ് വ്യക്തമായ ഭൂരിപക്ഷം നിലനിർത്തുന്ന തരത്തിൽ അവിടെ വിജയം നേടാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ കോട്ടയത്തെ മറ്റു മണ്ഡലങ്ങളുടെ കാര്യങ്ങളിലേക്ക് വിശദമായി അടുത്ത ദിവസങ്ങളിൽ മാതൃഭൂമി കടന്നേക്കാം. പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിൽ ശ്രീ കൃഷ്ണൻകുട്ടി ആവർത്തിച്ച് വിജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുകയും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി ഒരു പുതുമുഖത്തെ അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ അവിടുത്തെ വിജയം സുനിശ്ചിതമാക്കാനുള്ള അവസരമാണ് ഒരുങ്ങുന്നതെന്നാണ് മാതൃഭൂമി പറയുന്നത്. കേരളത്തിൽ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തൃശ്ശൂരിൽ UDFന്റെ വിജയം സുരക്ഷിതമാണ് എന്ന് മാതൃഭൂമി പറയുമ്പോൾ അവിടെ NDA 2ാം സ്ഥാനത്തേക്ക് എത്തുകയും CPIക്ക് വേണ്ടി മത്സരിക്കുന്ന സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണന് 3ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരികയും ചെയ്യുമെന്നാണ് മാതൃഭൂമി പറയുന്നത്. തൃശ്ശൂരിലെ മത്സരം ഏറെ ശ്രദ്ധിക്കപ്പെടാനുള്ള ഒരു കാരണം ശ്രീമതി പത്മജയുടെ സാന്നിധ്യമാണ്. ഒരു കാലത്ത് കോൺഗ്രസിൽ നിന്ന് വലിയ അവഗണന തനിക്ക് നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് BJPയുടെ ഭാഗമായി മത്സരിക്കുന്ന ശ്രീമതി പത്മജയ്ക്ക് തൃശ്ശൂരിൽ വിജയിച്ചു കയറാൻ കഴിയില്ല എങ്കിൽ പോലും CPIയുടെ നിലവിലുള്ള ആ സീറ്റിൽ അവരെ 3ാം സ്ഥാനത്തേക്ക് എത്തിക്കും എന്നാണ് മാതൃഭൂമി പറയുന്നത്. അവിടെ UDFന് വ്യക്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നും അവർ നമ്മളുമായി പങ്കുവെക്കുന്നുണ്ട്. ഒറ്റപ്പാലത്ത് ശ്രീ PK ശശിയുടെ സാന്നിധ്യം CPIഎമ്മിന് ഇടതുപക്ഷ മുന്നണിക്ക് ഒരു ആഘാതവും ഉണ്ടാക്കില്ല എന്ന് മാതൃഭൂമി പറയുമ്പോൾ അത് യാഥാർത്ഥ്യത്തോട് അടുത്തു നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഇടതുപക്ഷ മുന്നണിക്ക് ലഭിച്ച മുൻതൂക്കം ഈ പ്രാവശ്യം പൂർണ്ണമായി നഷ്ടപ്പെടുമോ എന്ന് സംശയിക്കുമ്പോഴാണ് പീരുമേട്ടിൽ ഐക്യജനാധിപത്യ മുന്നണി അവരുടെ വിജയം നാളുകൾക്ക് ശേഷം തിരിച്ചു പിടിക്കും എന്ന് മാതൃഭൂമി പറയുന്നത്. അതേസമയം ദേവികുളത്ത് നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ കാലത്തെ CPIഎമ്മിൻ്റെ മുൻ MLA NDAയിൽ ചേർന്നുകൊണ്ട് അവിടെ മത്സരിക്കുമ്പോൾ ദേവികുളത്ത് CPIഎമ്മിൻ്റെ ശ്രീ A രാജ തന്നെ വീണ്ടും വിജയിക്കുമെന്നാണ് മാതൃഭൂമി പറയുന്നത്. മാതൃഭൂമിയുടെ സർവേ ഫലങ്ങൾ അവതരിപ്പിക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ശരിയായ വിലയിരുത്തലുകളാണ് ഒരുപക്ഷെ അവർ നടത്തുന്നതെന്ന് പറയാൻ കഴിയുമെങ്കിലും അവർ അത് അവതരിപ്പിക്കാൻ അവലംബിച്ച മാർഗം തീർച്ചയായും അത്ര ആരോഗ്യകരമല്ല. നമുക്കറിയാവുന്നതുപോലെ മലബാറിൻ്റെ രാഷ്ട്രീയ സ്വഭാവവും മധ്യ കേരളത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവവും പഴയ തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ സ്വഭാവങ്ങളും തമ്മിൽ വലിയ അന്തരങ്ങളുണ്ട്. ഈ പ്രദേശങ്ങളിലെ രാഷ്ട്രീയ മുന്നേറ്റങ്ങളും ജയപരാജയങ്ങളും തൊട്ടടുത്ത് കിടക്കുന്ന മണ്ഡലങ്ങൾ തമ്മിൽ പങ്കുവെക്കാറുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ളപ്പോൾ മാതൃഭൂമിക്ക് ഒരുപക്ഷെ അതിൻ്റെ ശ്രോതാക്കളെ പിടിച്ചിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാകാം തങ്ങളുടെ ഇഷ്ടാനുസരണം മണ്ഡലങ്ങളെ മണ്ഡലങ്ങളായി മാത്രം അവതരിപ്പിക്കുമ്പോൾ കാര്യങ്ങളെ കൂടുതൽ രാഷ്ട്രീയമായി വിലയിരുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ശരിയായ ഒരു ചിത്രം ലഭിക്കാതെ പോകുന്നു എന്നത് മാതൃഭൂമിയുടെ ഇലക്ഷൻ സർവേയിലെ പോരായ്മയല്ല, മറിച്ച് അതിൻ്റെ അവതരണത്തിലെ ഒരു വലിയ വീഴ്ചയായി നമ്മൾ വിലയിരുത്തുന്നുണ്ട്.